നമസ്കാരം. ഒരു സിനിമയുടെ ജനനമാണ് എൻ്റെ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോക്കൺ നമ്പർ എന്ന എൻ്റെ പുതിയ സിനിമ ജനിച്ച വഴികളാണ് ഇതിൻ്റെ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞത് കഥാബീജം എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് എൻ്റെ തിരക്കഥ ഉണ്ടായതെന്നാണ് ഞാൻ സംസാരിച്ചത്. ഒരുപാട് പേർക്കത് പ്രയോജനമാണെന്ന് പറഞ്ഞു. ഒരു തിരക്കഥ പൂർണ്ണമാകുന്നത് തീർച്ചയായിട്ടും അതിലെ കഥാപാത്രങ്ങൾക്ക് പരുവപ്പെട്ട അല്ലെങ്കിൽ പാകപ്പെട്ട മുഖങ്ങൾ വരുമ്പോഴാണ് അത് തിരശ്ശീലയിൽ കഥാപാത്രങ്ങൾ ജീവനേകുന്നത്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും തിരക്കഥ എന്ന് പറഞ്ഞ് ബാക്ക് ബോൺ ആണ്, ബ്ലൂ പ്രിൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആ തിരക്കഥ പൂർണ്ണമാകുന്നത് തീർച്ചയായിട്ടും നല്ല താരങ്ങളെ, കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കിട്ടുമ്പോഴാണ്. ഇത് എൻ്റെ സിനിമകളിലെല്ലാം ഞാൻ ആ വെല്ലുവിളി നേരിട്ടുണ്ട്. എപ്പോഴും ഞാൻ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ താരങ്ങളെ സെലക്ട് ചെയ്യുന്നതിനകത്ത് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ആദ്യ സിനിമ മൈ ലൈഫ് പാർട്ണർ എന്ന സിനിമയിൽ ഇത് ഞാൻ ഫേസ് ചെയ്തതാണ്. അപ്പോൾ ഒരു കഥ എഴുതുന്ന സമയത്ത്, ഒരു തിരക്കഥ എഴുതുന്ന സമയത്ത് നമ്മൾ ശരിക്കും കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് എഴുതുന്നത്. ആ കഥയ്ക്ക് ചേരുന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ എപ്പോഴോ എവിടെയോ നമ്മൾ കണ്ട് പരിചയിച്ച, നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളുടെ മുഖം നമ്മളിലേക്ക് വരും. അത് തിരക്കഥ എഴുതുന്ന പുതിയ ആൾക്കാരായാലും പഴയ ആൾക്കാരായാലും എല്ലാവർക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. നമുക്കിഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ നമ്മൾ താരങ്ങളുമായിട്ട് സാമ്യം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പിന്നീട് എഴുതുമ്പോഴെല്ലാം അവർ വരും, പോളിഷ് ചെയ്യുമ്പോഴെല്ലാം അവർ കയറി വരും. പിന്നെ ആദ്യ സിനിമയിൽ ഇതുപോലെ തന്നെ കിരൺ റിച്ചാർഡ് എന്ന് പറയുന്ന രണ്ട് ശക്തമായ കഥാപാത്രങ്ങൾക്ക് എൻ്റെ മനസ്സിലന്നെത്തിയ മുഖം ഫഹദിൻ്റെയും ജയസൂര്യയുടെയും ആയിരുന്നു. അപ്പോൾ കഥയിൽ എഴുതി കഴിഞ്ഞാൽ പൂർണ്ണമായി കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ അവരെ കാണണം, അവരോട് ഈ കഥ പറയണം എന്നൊരു രീതിയിലാണ്. ആദ്യ സിനിമയാണ്, അപ്പം കുറച്ചുകൂടി നമ്മൾ കോൺഷ്യസ് ആവുമല്ലോ. അങ്ങനെ ഞാൻ കോട്ടയത്ത് അന്ന് സത്യൻ സാറിൻ്റെ സിനിമ നടക്കുകയാണ്. ഒരു പ്രണയകഥയാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഫഹദ് അഭിനയിക്കുകയാണ്. അപ്പോൾ വിൻസർ കാസിലാണ് അദ്ദേഹം താമസിച്ചത്. ഒരു രാവിലെ ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തിന് നറേറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ കഥ. അപ്പോൾ ഞാൻ എൻ്റെ കഥ നറേറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉടനെയെങ്കിലും നമുക്ക് ഡേറ്റ് തരാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സിനിമ, അഞ്ജലി മേനോൻ്റെ സിനിമയിൽ അന്ന് അദ്ദേഹം അഭിനയിക്കാൻ കരാറായി. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു ആ കഥാപാത്രത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉടനെയെങ്കിലും എനിക്ക് നടക്കില്ല, പക്ഷേ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ഫഹദ് സ്നേഹപൂർവ്വം അത് മാറിപ്പോവുകയാണ് ചെയ്തത്. ജയസൂര്യ നമ്മൾ കണ്ടിരുന്നു. ജയസൂര്യ അന്ന് അപ്പോത്തിഗിരി എന്നൊരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ശരീരമൊക്കെ മെലിഞ്ഞ് അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഇദ്ദേഹം തിരക്കഥ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതും നീണ്ട ഒരു കാലയളവാണ് പറഞ്ഞത്. മാത്രമല്ല ഒരു പുതിയ ആൾ സമീപിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെറിയൊരു ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുമല്ലോ. ആരെയും കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. പക്ഷേ നമുക്ക് സിനിമ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സിനിമ എന്താണെന്നും നമ്മുടെ സിനിമ എന്താണെന്നും നമുക്കല്ലേ വ്യക്തമായിട്ട് അറിയത്തുള്ളൂ. ഒരുപാട് പേരെ പിന്നീട് നമ്മൾ സമീപിച്ചിരുന്നു. അങ്ങനെ പുതിയ ആൾക്കാരെ തപ്പിയുള്ള യാത്രയിലാണ് നമ്മൾ അതിനകത്ത് സുദേവിനെ കണ്ടെത്തുന്നത്, സുദേവ് നായരെ കണ്ടെത്തുന്നത്. ഒരുപാട് പേരെ നമ്മൾ ഓഡീഷൻ നടത്തുകയും ഒരുപാട് പേരോട് സംസാരിക്കുകയും ചെയ്തിട്ട് അന്ന് ചെറിയ ചെറിയ വേഷങ്ങൾ ഹിന്ദിയിലൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു സമയമായിരുന്നു സുദേവ്. അപ്പോൾ സുദേവിനെ നമ്മളിലേക്ക് സുദേവ് ഓഡീഷന് വേണ്ടി അയക്കുകയും സുദേവിനെ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടാണ് ആ മൈ ലൈഫ് പാർട്ണറിലെ കിരൺ എന്നൊരു കഥാപാത്രത്തിന് സുദേവിനെ എടുത്തിട്ടത്. പിന്നീട് ഈ റിച്ചാർഡ് എന്ന കഥാപാത്രത്തെ പലരെയും നമ്മൾ നോക്കിയിരുന്നു. പിന്നീട് നമ്മൾ അമീറിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് മൈ ലൈഫ് പാർട്ണർ ജനിച്ചത്. ആ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് ഉൾപ്പെടെ 4 അവാർഡുകൾ ആ സിനിമയ്ക്ക് കിട്ടിയിരുന്നു. സുദേവ് നായരായിരുന്നു ആ വർഷത്തെ ബെസ്റ്റ് ആക്ടറായിട്ട് വന്നത്. പിന്നീട് നമ്മൾ ചെയ്ത രൂപാന്തരം എന്ന സിനിമ ഇത് തന്നെ നമ്മൾ ഫേസ് ചെയ്തിരുന്നു. ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി കൊച്ചുപ്രേമൻ ചേട്ടനെ നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നു. കൊച്ചുപ്രേമൻ ചേട്ടനും ഒരു പെൺകുട്ടിയും. ആ പെൺകുട്ടി പിന്നീട് വന്ന വർഷത്തിൽ മറ്റൊരു സിനിമയിൽ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. കൊച്ചുപ്രേമൻ ചേട്ടൻ ആ വർഷം നാഷണൽ അവാർഡിൻ്റെ ബെസ്റ്റ് ആക്ടർ അമിതാഭ് ബച്ചനോടൊപ്പം തന്നെ മത്സരിക്കുകയുണ്ടായി. നടൻ്റെ കഴിവിനെ പരമാവധി അത് ഉപയോഗിച്ചിട്ടുള്ളൊരു വർക്കാണത്. പിന്നീട് അവസാന റൗണ്ടിൽ മറ്റു പല ഗണനകളുടെ ഒക്കെ ഭാഗമായിട്ട് ആ വർഷത്തെ അവാർഡ് അമിതാഭ് ബച്ചന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു കഥാപാത്രങ്ങൾക്ക് ഈ പറയുന്ന ശക്തമായ മുഖങ്ങൾ നൽകുമ്പോഴാണ് ആ കഥാപാത്ര സ്ക്രീനിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ സിനിമ പോലെ തന്നെ ഈ ടോക്കൺ നമ്പറിൽ നമ്മൾ ഇത് തന്നെ ഫേസ് ചെയ്യുകയായിരുന്നു. എഴുതിയ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഇഷ്ടമുള്ള 2 താരങ്ങളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നു. ശരിക്കും പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. എനിക്ക് മമ്മൂട്ടി സാറിനെയും ശോഭനയും തന്നെയായിരുന്നു ഇതിനകത്ത് വേണ്ടിയിരുന്നത്. അത്ര ശക്തമായ 2 കഥാപാത്രങ്ങളാണ് ജാനകിയും എബ്രഹാമും. നിരവധി കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. ജാനകിയുണ്ട്, എബ്രഹാമുണ്ട്, മനുവുണ്ട്, ഗീതയുണ്ട്, മായയുണ്ട്, വിനുവുണ്ട്, ശശിയുണ്ട്, ഡോക്ടറുടെ കഥാപാത്രമുണ്ട്, കളക്ടറുടെ കഥാപാത്രമുണ്ട്, പോലീസ് ഓഫീസറുണ്ട്. ഇവരെല്ലാവരും ശ്യാമുണ്ട്. അങ്ങനെ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഇവർ ഓരോരുത്തർക്കും നമുക്ക് വ്യക്തമായ ഒരു രൂപമുണ്ടായിരുന്നു. ഇപ്പം ഈ ഗീത എന്ന് പറയുന്ന മരുമകളുടെ കഥാപാത്രത്തിന് മഞ്ജു പിള്ളയെ പോലൊരു വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു ആക്ടറെ നമുക്ക് ആവശ്യമുണ്ട്. മനു എന്നൊരു കഥാപാത്രത്തിന് നമുക്ക് എന്താ പറയുന്നത്, വളരെ ശക്തമായി ചെയ്യാൻ പറ്റിയ, നമുക്ക് അതിൻ്റെ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ ഒരുപാട് പേരെ ആവശ്യമുണ്ട്. പക്ഷേ ഇവരെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 പ്രധാന 2 പേരുടെ ഡേറ്റ് വേണം. ഈ മമ്മൂട്ടി സാറിൻ്റെയും ശോഭനയുടെയും ഡേറ്റ് വേണം. അപ്പോൾ അതെനിക്കറിയാം, അതൊക്കെ വലിയൊരു കടമ്പയാണ്. ഞാൻ ആലോചിക്കുന്ന തന്നെ വലിയൊരു കാര്യമാണെന്നറിയാം. ഞാൻ ശോഭനയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ദിനേശ് മണിക്കരേട്ടനോട് സംസാരിച്ചത്. എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ല. മമ്മൂട്ടി സാറിനോട് പറയാൻ എനിക്ക് ധൈര്യമില്ല എന്നുള്ള സത്യമാണ്. ഒരിക്കലും ഞാൻ മെസ്സേജ് അയച്ചു, കാര്യം പറഞ്ഞില്ല. പക്ഷെ അന്ന് അദ്ദേഹം എന്തോ തിരക്കിലാണ്. എന്തായാലും നമുക്ക് സിനിമ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇവരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റു താരങ്ങളെ നോക്കുന്നില്ല എന്നുള്ള പഴയ രീതി വെച്ച് തന്നെ ഞാൻ ഇതിനകത്ത് പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ ഏറ്റവും ഒരു
വെല്ലുവിളി എന്ന് ആലോചിച്ച് വെക്കണം. മമ്മൂട്ടി സാറിനും ശോഭനയ്ക്കും പകരമാണ് നമ്മൾ, അല്ലെങ്കിൽ മഞ്ജു പിള്ള പോലുള്ള വലിയ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് പകരമാണ് നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവെക്കുന്നത്. എനിക്കിനകത്ത് പുതുമയില്ലെങ്കിലും എൻ്റെ ആദ്യ സിനിമ പോലെ ഞാനിത് അനുഭവിക്കുന്ന കാര്യമാണ്. ഡേറ്റ് തന്നില്ലെങ്കിൽ നമ്മൾ താരങ്ങളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഡേറ്റ് തരാത്തതല്ല, ഇവിടെ നമുക്ക് അവരെ ശരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യില്ല, ഒരു പ്രോപ്പർ വേയിൽ അപ്രോച്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് എനിക്കത് കൺവേ ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പം അങ്ങനെ തന്നെ നമ്മൾ എന്തായാലും പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ജാനകി എന്ന കഥാപാത്രം, എബ്രഹാം എന്ന കഥാപാത്രം, ഇതിനകത്ത് പാസിംഗ് ഷോട്ടിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട്. അങ്ങനെ നമ്മൾ എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ യൂട്യൂബിലും മറ്റേ എല്ലായിടത്തും കൂടെ ഞാനതിനകത്തൊരു ഓഡീഷൻ ഇട്ടിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണും. അതിനകത്ത് ഈ പറയുന്ന നിങ്ങളുടെ ഈ അഭിനയത്തിൻ്റെ വീഡിയോ അല്ല വേണ്ട, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ മറ്റൊരു വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്ത് അങ്ങനെ നിരവധി ഒരുപാട് പേര് നമ്മളെ അപ്രോച്ച്, അവരുടെ ഡീറ്റെയിൽസ് അയച്ചു. അപ്പോൾ ഒരു ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് പലരും അത് ഷെയർ ചെയ്തു. പലരും പേഴ്സണലായിട്ട് പല പ്രഗത്ഭരായ ആൾക്കാരും നമ്മളോട് വിളിച്ച് പറഞ്ഞ് അവരുടെ റെഫറൻസ് വന്നു. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ബൾക്കായിട്ട് നമുക്ക് ഈ ഓഡീഷൻ്റെ ഇത് വന്നു. അങ്ങനെ ഞാൻ കുറേ ദിവസം എൻ്റെ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഇത് ഓരോന്നും നമ്മൾ സോർട്ട് ചെയ്തിട്ട് കണ്ടു. അപ്പോൾ ഓരോരുത്തരെ കാണുന്ന സമയത്ത് ഇപ്പം ജാനകി എന്ന് പറയുന്ന കഥാപാത്രവും എബ്രഹാം, മനു, മായ, ഗീത ഇവർക്കൊക്കെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. ജാനകി എന്ന് പറയുന്ന വളരെ സുന്ദരിയായ ആ പ്രായത്തിലും 65 വയസ്സുള്ള കഥാപാത്രമാണ് ജാനകി. ഒരു 70-75 വയസ്സിന് അടുത്തുള്ള പ്രായമുള്ളതാണ് ഈ എബ്രഹാം എന്ന് പറഞ്ഞത്. ശരിക്കും മമ്മൂട്ടി ശോഭന മാഡത്തെ നമ്മൾ ആ ഒരു പ്രായം നമുക്ക് തോന്നുന്നില്ലെങ്കിൽ തന്നെ, പക്ഷേ നമുക്ക് അവരെ ട്രാൻസ്ഫോം ചെയ്യേണ്ടി വരും, മേക്ക് ഓവർ ചെയ്യേണ്ടി വരും. എന്നാലും അവരുടെ ഒരു ടാലൻറ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ആ കഥാപാത്രങ്ങളുടെ മാനസിക തലത്തിലൂടെ യാത്ര ചെയ്യാൻ അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അവരെ നോക്കിയത്. അതിന് പകരമായിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ മനസ്സിലാക്കിയത് ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. ജാനകി വളരെ സുന്ദരിയും ഭയങ്കര കുലീനതയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ എബ്രഹാം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയാണ് പിന്നീട് നമ്മൾ ഈ വരുന്ന ഓഡീഷനിൽ വന്ന ഈ വീഡിയോസിനെല്ലാം നമ്മൾ പ്രൊഫൈലിലെല്ലാം നമ്മൾ സെർച്ച് നോക്കിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എബ്രഹാമിനെ നോക്കിയ സമയത്ത് പലരും അയച്ചിട്ടുണ്ട്. എബ്രഹാമിന് അവസാനം എൻ്റെ മനസ്സിൽ 2-3 പേരൊന്ന് തടഞ്ഞു. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ നമ്മൾ മാറ്റിയിട്ടു. അതിനുശേഷം നമ്മൾ ഓരോ കഥാപാത്രം, ഇപ്പം മനു എന്ന് പറയുന്ന ജാനകിയുടെ മകൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു മുഖമെന്ന് പറയുന്നത് താടിയുള്ളതായിരിക്കണം, ചെറിയൊരു കഷണ്ടി കയറിയതായിരിക്കണം, ഒരു അലസ സ്വഭാവമുള്ളതായിരിക്കണം, ചില സമയത്ത് റഫായിട്ട് തോന്നിക്കണം, ഭാര്യയുടെ അടുത്ത് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആളായിരിക്കണം, ഇടയ്ക്കൊക്കെ റൊമാൻറ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് രീതികൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന സമയത്ത് നമ്മൾക്ക് ഈ വീഡിയോസിലെല്ലാം അവരവരുടെ കാര്യം പറഞ്ഞാണ് സംസാരിച്ച് അയച്ചത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചില മാച്ചിങ് വന്നിട്ട് ഈ പറഞ്ഞ മനുവിൻ്റെ കഥാപാത്രങ്ങൾ നമ്മൾ മാറ്റിവെച്ചു, എബ്രഹാമിൻ്റെ കഥാപാത്രങ്ങൾ മാറ്റിവെച്ചു. പക്ഷേ ജാനകി ഒരുപാട് പേര് അയച്ചിട്ട് നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ ഈ അമ്മയുടെ ഒരു രീതി പറഞ്ഞ സമയത്ത് അവരെ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ അമ്മയാകാൻ ശ്രമിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. വിനു എന്നൊരു കഥാപാത്രം 17 വയസ്സുള്ളൊരു പയ്യനാണ്. ആ പയ്യന് വേണ്ടി നമ്മൾ ഓഡീഷൻ ഇട്ടു. ആ പയ്യന് ഇന്ന് നസ്ലിൻ്റെ ഒരു ചെറുപ്പം പോലെ തോന്നിക്കുന്ന കുറച്ച് എളുപ്പമുള്ള ഒരാളായിരിക്കണം, ഇങ്ങനെ തെറിച്ച് സംസാരിക്കുന്ന ഒരാളായിരിക്കണം. ഇങ്ങനെ ഓരോരുത്തർക്കും നമുക്കിങ്ങനെ വന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇവരെ ഓരോരുത്തരെയും നമ്മൾ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചു. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്കൊരാൾ അഭിനയിക്കില്ലെന്ന് അറിയാൻ വേണ്ടി അവരോടൊന്ന് സംസാരിച്ചാൽ മതി. നമ്മൾ മനസ്സ് തുറന്ന് നമ്മൾ ഡയറക്ടർ അല്ലാതെ റൈറ്റർ അല്ലാതെ ഒരു സാധാരണ മനുഷ്യരെ അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവരിൽ എന്തെങ്കിലും ടാലൻ്റ് ഉണ്ട്, സ്പാർക്ക് ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അത് മുഖത്ത് വരും. ഇപ്പോൾ ഈ രൂപാന്തരം എന്ന സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, അതിന് ശേഷം വന്ന സിനിമയിൽ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് കിട്ടിയ ആ കുട്ടിയെ ഞാൻ ഓഡീഷൻ നടത്തിയത്. ആ കുട്ടിയല്ല ശരിക്കും വന്നത്, ആ കുട്ടിയുടെ കൂടെ വന്നൊരു കൂട്ടുകാരിയാണ് ഓഡീഷനായിട്ട് വന്നത്. ഈ കുട്ടിയെ അപ്പോൾ ആ കൂട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയോട് നോക്കിയ സമയത്ത് അതിന് വല്ലാത്തൊരു ടാലൻറ്റ് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ മോക്ക് പടം വരയ്ക്കാൻ അറിയാമെന്ന് ചോദിച്ചു. ആനയുടെ പടം വരയ്ക്കാൻ അറിയാമെന്ന് ചോദിച്ചു. അങ്ങനെ ആ കുട്ടി ആനയുടെ പടം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആന എന്താണെന്നുള്ളത് അതിൻ്റെ ഈ കുട്ടിയുടെ മുഖത്തെ ഭാവങ്ങളിൽ തെളിയുന്ന കണ്ട് അങ്ങനെയാണ് ആ കുട്ടിയെ ഞാൻ കാസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ ഈ സംസാരിച്ച വ്യക്തികളിൽ നിന്നുമൊക്കെ ചിലരിൽ നിന്നുമൊക്കെ അങ്ങനെ ഒരു സ്പാർക്ക് തീരുമാനിച്ച സമയത്ത് അവരെയൊക്കെ അതിൻ്റെ ഈ കഥാപാത്രങ്ങളുടെ ചില ഭാഗങ്ങൾ അഭിനയിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാരെ ഇതിനകത്ത് സെലക്ട് ചെയ്തു. പക്ഷേ ജാനകിയെ കിട്ടുന്നില്ല. എൻ്റെ മനസ്സിലുള്ള ജാനകി ഒരിക്കലും ഇപ്പം ശോഭന മാഡത്തോട് ഒപ്പം നിൽക്കുന്ന കഴിവുള്ള ഒരാൾ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ആളെ കിട്ടാതെ വന്ന സമയത്ത് വല്ലാതെ ഞാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടി. ഇതിനു മുമ്പ് എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി അഭിനയിച്ച ഒരു കാർത്തിക ചേച്ചി ഉണ്ടായിരുന്നു. അവർ ഇതുപോലെ ഓഡീഷനിൽ തന്നെ ഞാൻ ആ ഷോർട്ട് ഫിലിമൊക്കെ എടുത്തതാണ്. അപ്പോൾ അവരെ നമ്മൾ വെക്കാൻ തീരുമാനിച്ചു. പക്ഷേ ചേച്ചിയുടെ ഒരു പ്രശ്നം ഞാൻ ആ ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോഴും കണ്ടത്, ചേച്ചിയിൽ ഒരുപാട് ഫേസിലിങ്ങനെ ഈ ബേസിക്കലി ഒരു ഡാൻസറാണ്, പക്ഷേ ഒരുപാട് ഡാൻസിൻ്റെ ശൈലികൾ കിടക്കുന്നു. ഈ കഥാപാത്രം ഡാൻസർ ആണെങ്കിൽ പോലും ചില സമയത്ത് ഇവരിൽ ഡാൻസിൻ്റെ ഒരു ഭാവങ്ങൾ വരാൻ പാടില്ല. അത് മാത്രം ചേച്ചി വലിയൊരു
വെല്ലുവിളിയായിരുന്നു. അത് മാത്രമായിരുന്നു ചേച്ചി കണ്ട നെഗറ്റീവ്. പക്ഷേ ചേച്ചി ഔട്ട്സ്റ്റാൻഡിങ് ഒരു ആക്ട്രസുമാണ്, ചേച്ചി ഒരു റൈറ്ററും ഒക്കെയാണ്. അപ്പം അവരിലൊരു ടാലൻ്റ് ഉണ്ട്. അവസാനം ഞാൻ ചേച്ചിയോട് സംസാരിച്ചു, ചേച്ചി ഇങ്ങനെ ഒരു ജാനകി എന്ന കഥാപാത്രം ചേച്ചിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചേച്ചിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം നമുക്ക് ചേച്ചിക്ക് അറിയാം, നമ്മുടെ ഒരു കഥാപാത്രവും ഒരു സിനിമയുടെ ഒരു മേക്കിങ്ങിനകത്ത് അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുമെന്നറിയാം. ചേച്ചി ഇത്രയില്ല, ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഉറപ്പില്ല, പക്ഷേ ചേച്ചി എൻ്റെ സീൻസ് ഒന്ന് അഭിനയിച്ച് നോക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആ സീൻസ് എല്ലാം ചേച്ചിയെ കൊണ്ട് അഭിനയിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരായിട്ട് എടുത്തത്. നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു മധ്യ തിരുവിതാംകൂർ സ്ലാങ് സംസാരിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കട്ടെ. ഇപ്പം അമ്മയും മകനും കൊച്ചുമകനും അല്ലെങ്കിൽ അവിടെ ബന്ധപ്പെട്ട കൂട്ടുകാരും എല്ലാം നമ്മുടെ ഒരേ ഭാഷ സംസാരിക്കണം. എന്നാൽ അതായത് മരുമോൾക്കോ പോലീസ് ഓഫീസർക്കോ മറ്റ് ബാങ്കിലെ ജീവനക്കാർക്കോ ഒക്കെ മറ്റ് പല ഭാഷകൾ സംസാരിക്കുക എവിടെ നിന്നും വരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സിനിമയെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു തിരക്കഥ പൂർണ്ണമാക്കി അതൊരു സിനിമയിലേക്ക് പോകുന്ന സമയത്ത് കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ കാസ്റ്റിംഗ് ഒരു നല്ലതല്ലാതെ പല സിനിമകളും പാളിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും ഡ്രമാറ്റിക് ആകാൻ പാടില്ല അഭിനയം. ഇപ്പം പണ്ടത്തിനോട്ട് ഡബ്ബിംഗ് അല്ല, നമ്മുടെ സിനിമ സിംഗ് സൗണ്ടിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഓർമ്മ നിൽക്കണം. പിന്നെ ഈ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന കാര്യം, ഇപ്പം മമ്മൂട്ടി സാറിനെ ശോഭനയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന അവരൊക്കെ ബോൺ ആക്ടേഴ്സാണ്, അല്ലെങ്കിൽ മെത്തേഡ് ആക്ടേഴ്സാണ്. അവർക്കൊരു കഥാപാത്രത്തിൻ്റെ ഭാവങ്ങളിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് മാറാൻ വേണ്ടി അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പുതിയ താരങ്ങളെ വെക്കുമ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഒരു ശ്വാസമുട്ടൽ വളരെ വലുതാണ്. അത് ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ അനുഭവിച്ചു. പക്ഷേ ഈ സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റ് കാണുന്ന സമയത്ത് നമ്മൾ വല്ലാതെ അതിശയിച്ചു. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിനായിട്ട് ഗംഭീരമായിട്ട് കഥാപാത്രങ്ങൾക്ക് ജീവനേകാൻ ഈ പുതിയ ആൾക്കാർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇപ്പം ഒരുപാട് പേര് സമൂഹത്തിലെ ടാലൻ്റുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു അവസരം കിട്ടാത്തതാണ് പലരും ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ആകാതെ. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവരൊക്കെ നമ്മളിൽ ഓരോരുത്തരുമായിരിക്കും. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഓരോരുത്തരും ആ മുറിയിൽ അവരുടെ കഥാപാത്രങ്ങൾ ജീവിക്കുന്ന മുറിയുടെ മൂലയ്ക്ക് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രമാത്രം അതിഗംഭീരമാണ് ഇവരൊക്കെ പെർഫോം ചെയ്തത്. എന്തായാലും ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ മറ്റൊരു അധ്യായമായിരിക്കും ടോക്കൺ നമ്പർ ഇറങ്ങുന്നതോടുകൂടി അവർക്ക് ലഭിക്കുന്നത്. എന്തായാലും എൻ്റെ ടോക്കൺ നമ്പറിൻ്റെ മറ്റൊരു വിശേഷങ്ങൾ, ഇതിലേക്ക് പോകുന്ന മറ്റൊരു കാര്യങ്ങൾ, മറ്റ് ക്രൂസിൻ്റെ സെലക്ഷൻ, പ്രൊഡക്ഷൻ സെലക്ഷനൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകൾ പറയാം. ടോക്കൺ നമ്പറിൻ്റെ യാത്ര, അതിൻ്റെ ജനനം ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരുപക്ഷെ ഈ ടോക്കൺ നമ്പറിൻ്റെ യാത്ര തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുകയും ടോക്കൺ നമ്പർ എന്നൊരു സിനിമ എന്തിന് നിങ്ങൾ കാണണം എന്നുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് ഈ വീഡിയോ തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.